ഉത്തര കൊറിയയിൽ ഒരു യുദ്ധക്കപ്പൽ നിർമ്മിച്ച് അത് ലോഞ്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് അപകടമുണ്ടായി. ഇത് വലിയ ചർച്ചയും വാർത്തയും ഒക്കെയായി മാറി. ഇപ്പോൾ പുറത്തു വരുന്ന വിഷയം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാനായിട്ട് ഉത്തര കൊറിയൻ സ്വേച്ഛാധിപതിയായ കിം ജോങ് ഉൻ തീരുമാനമെടുത്തു. അതായത് 3 മിഡിൽ ക്ലാസ് ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ ഈ വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന നോർത്ത് കൊറിയ ഭരിക്കുന്ന പാർട്ടിയുടെ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ അംഗത്തിനെതിരെയാണ് നിലപാട്. അദ്ദേഹം നിലവിൽ വ്യവസായ വകുപ്പിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്, റീ ഹ്യോങ് സെൻ. ഇദ്ദേഹത്തിന് ഇതിൽ വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന് കിം ജോങ് ഉൻ പറയുന്നു. അതായത് ഉത്തര കൊറിയ പോലെയുള്ള ഒരു സ്വേച്ഛാധിപത്യ രാജ്യത്ത് മിലിറ്ററിയുടെ നയങ്ങൾ രൂപീകരിക്കുക, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക ഒക്കെ ചെയ്യുന്നത് സെൻട്രൽ മിലിറ്ററി കമ്മീഷനാണ്. ഇതിനകത്ത് അംഗമാവുക എന്ന് പറയുന്നത് എത്ര വലിയ പദവിയിലിരിക്കുന്ന ആളാണെന്ന് നോക്കൂ. അങ്ങനെ ഇരിക്കുന്ന റീ ഹ്യോങ് സെൻ എന്ന് പറയുന്ന ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്തമുണ്ടെന്നും ഇയാൾക്കെതിരെ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നുമാണ് ഈ സ്വേച്ഛാധിപതിയുടെ നിലപാട്. ഇദ്ദേഹം മാത്രമല്ല, നിലവിൽ ഈ യാർഡിൻ്റെ ചീഫ് എഞ്ചിനീയർ ഉണ്ട്, കാങ് ജോങ് ചോൾ. അതുപോലെ തന്നെ ഹൾ നിർമ്മാണത്തിലുള്ള വർക്ക്ഷോപ്പിൻ്റെ തലവനായിട്ടുള്ള ഹാൻ ക്യോങ് ഹാക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ഡെപ്യൂട്ടി മാനേജർ കിങ് യോങ് ഹാക്ക്, ഇവരും കുറ്റവാളികളാണ്. ഇവരുൾപ്പെടെ നിരവധി ഉദ്യോഗസ്ഥരെ ഇനിയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇതിനൊക്കെയുള്ള നടപടി ഉണ്ടാകുന്നത് ഒരു പക്ഷേ ജൂണിൽ ഈ വർക്കേഴ്സ് പാർട്ടിയുടെ ഒരു ആനുവൽ സമ്മിറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ സമ്മിറ്റ് നടക്കാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ വെച്ച് കിം ജോങ് ഉൻ ഇത് രാജ്യത്തെ നാണം കെടുത്തിയ ഒരു പദ്ധതിയായിപ്പോയി, പ്രൊജക്റ്റായിപ്പോയി എന്നുള്ളത് വിഷയം അവതരിപ്പിക്കും. അങ്ങനെ അവതരിപ്പിച്ചാൽ അതിനെ എതിർക്കാനോ തള്ളിപ്പറയാനോ ആരും തയ്യാറാവില്ല. അവിടെ വെച്ചായിരിക്കും ഒരുപക്ഷെ ഇവർക്കുള്ള ശിക്ഷ ഏതാണ്ട് വിധിക്കുക എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ശിക്ഷ വിധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കൊല്ലുക എന്നാണ് അർത്ഥം. കിം ജോങ് ഉന്നിനെ സംബന്ധിച്ചിടത്തോളം, ഉത്തര കൊറിയയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ളിൽ നടക്കുന്ന സൈനിക അപകടങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ പുറം ലോകം അറിയാതെ മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലൊരു വലിയ ഡിസ്ട്രോയർ നിർമ്മിക്കുക എന്നുള്ളത് കിം ജോങ് ഉന്നിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ഇവർ ഏതാനും മാസം മുമ്പ് ഇതിന് സമാനമായിട്ട് ഒരു കപ്പൽ നിർമ്മിച്ചിരുന്നു. അതേ മാതൃകയിലാണ് രണ്ടാമതൊരു ഡിസ്ട്രോയർ കൂടി നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കിം ജോങ് ഉൻ വരുമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം നേരിട്ട് വന്നില്ല. പക്ഷേ ഉദ്ഘാടനത്തിന് 2 ദിവസം മുമ്പ് കിം ജോങ് ഉന്നും മകളും അതുപോലെ അടുത്ത അനന്തരാവകാശിയും ഒക്കെ ആകാൻ സാധ്യതയുള്ള കിം ജോ എയും അവിടേക്ക് എത്തി. അവിടെ വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു, മധുരം പങ്കുവച്ചു. എന്നിട്ട് ഇവർ കപ്പലിന് മുന്നിലൂടെ നടക്കുന്ന ദൃശ്യങ്ങളുമൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. ഇപ്പോൾ ഇത് പറയുന്നത് ലോകത്തിന് മുന്നിൽ നോർത്ത് കൊറിയയെ നാണം കെടുത്തിയത് ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൊണ്ടാണ്, കൃത്യമായ അശ്രദ്ധ കൊണ്ടാണ്, അലംഭാവം കൊണ്ടാണ്. അങ്ങനെ രാജ്യത്തെ നാണം കെടുത്തിയവർക്കെതിരെ കൃത്യമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. അപ്പം ആ നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്ത് എന്ത് തരത്തിലുള്ള ശിക്ഷാ നടപടികളാണ് നടപ്പാക്കുന്നതുകൊണ്ട് നമ്മൾ ആദ്യം ആലോചിക്കണം. സ്വാഭാവികമായും ഇപ്പോൾ ഉൽപ്പാദന ലക്ഷ്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നവർക്കെതിരെ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ, ദക്ഷിണ കൊറിയയിലെ മാധ്യമങ്ങളെയൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇവർക്കെതിരെയൊക്കെ കടുത്ത നടപടി എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നാണ് അർത്ഥം. ഏതെങ്ങനെ കൊല്ലുമെന്നുള്ളതാണ്. പട്ടിയെ വിട്ട് കടുപ്പിച്ച് വരെ ക്രൂരമായിട്ട് കൊല്ലും. ഇനി ക്രൂരമായ മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തും, അതല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും. അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെ കൊല്ലുമെന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. ഇവർക്കെതിരെ ആ നടപടിയാണോ സ്വീകരിക്കുന്നത്? കാരണം എക്കാലത്തെയും ഈ നോർത്ത് കൊറിയയുടെ വലിയ സ്വപ്നം എന്ന് പറയുന്നത് അമേരിക്കയുടെയും സൗത്ത് കൊറിയയുടെയും ഒക്കെ ഭീഷണി നേരിടാൻ കഴിയുന്ന വലിയ കപ്പലുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇത് ലോഞ്ച് ചെയ്തതിന് 3 ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത ചിത്രത്തിൽ നിന്ന് തന്നെ ഇവിടെ ഏറ്റവും വലിയ പോങ്യാങ് എന്ന് പറയുന്ന ആ പോർട്ടിൽ നിർമ്മിച്ച ഏറ്റവും വലിയ വാർഷിപ്പാണിത്. എന്ന് പറഞ്ഞാൽ 470 അടി നീളമുള്ള ഈ കപ്പൽ ഒരു ലോഞ്ച് റാമ്പിന് മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ്. അതാണ് ഒരു സൈഡ് വേ വിക്ഷേപണത്തിലൂടെ തകർന്നു പോയത്. സാധാരണഗതിയിൽ സൂക്ഷ്മമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ സൈഡ് വേ വിക്ഷേപണം. നോർത്ത് കൊറിയ സാധാരണ അങ്ങനെ ചെയ്യുന്നതുമല്ല. പക്ഷേ ഇവിടെ അത്തരത്തിലൊരു നീക്കം നടത്തി. അപ്പം എല്ലായ്പ്പോഴും റഷ്യയുമായി സഹകരിച്ച് ഇത്തരത്തിലുള്ള ഉദ്യമങ്ങൾ നടത്തുന്ന നോർത്ത് കൊറിയ കിം ജോങ് ഉൻ എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയുടെ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം പെട്ടെന്ന് നടത്താൻ നിർബന്ധിതരായി. എന്നാൽ വേണ്ടത്ര അനുഭവ സമ്പത്തുള്ള
പരിചയമുള്ള ആ ടെക്നീഷ്യന്മാർ ഇതിനുണ്ടായിരുന്നില്ല. അതുതന്നെയാണ് ഇപ്പോൾ റീ ഹോങ് സെന്നിൻ്റെ തലയിലേക്ക് ഉത്തരവാദിത്തം വരാൻ കാരണം. അപ്പോൾ പരിചയസമ്പന്നരായ ആൾക്കാരില്ലാതെ ഇത്തരത്തിൽ അപൂർവമായി നടത്തുന്ന സൈഡ് വേ വിക്ഷേപണത്തിന് ഒരുപക്ഷേ നോർത്ത് കൊറിയ ഒരുങ്ങരുതായിരുന്നു. മാത്രമല്ല ഈ താഴെ ഒരു ടഗ്ഗുമൊക്കെ ഉറപ്പിച്ച് നിർത്തണം, ഇതിനെ എന്തെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. അത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ചോങ്ജിനിൽ നടന്ന ഈ ഡിസ്ട്രോയുടെ അസംബ്ലിംഗ് എന്ന് പറയുന്നത് വലിയ സന്തോഷം നൽകുന്നതും ഈ നോർത്ത് കൊറിയയ്ക്ക് അഭിമാനം നൽകുന്നതുമായിരുന്നു. അതാണ് പെട്ടെന്ന് തകർന്നു പോയത്. അതായത് സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിൽ നിന്ന് ഈ കൊറിയയുടെ നാവികസേനയെ ആധുനികവൽക്കരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കപ്പൽ നിർമ്മിച്ചത്. അങ്ങനെ ഈ കപ്പൽ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി വീണ്ടെടുക്കാനാകുമോ എന്ന് ഈ പറയുന്ന കിം ജോങ് ഉൻ അന്വേഷിച്ചു. അപ്പം സാങ്കേതിക വിദഗ്ധരടക്കം പറയുന്നത് നമുക്ക് ഈ ജൂൺ മാസം അവസാനത്തോടെ കടൽ വെള്ളമൊക്കെ പമ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ യുദ്ധക്കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ, അതും ലോഞ്ച് സമയത്ത് തന്നെ പെട്ടാൽ, പിന്നീട് അത് എത്ര നന്നാക്കിയെടുത്താലും അത് ശരിയാകില്ല. അതിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും, അത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യില്ല. പക്ഷേ ഈ കിം ജോങ് ഉന്നിനെ പേടിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഭയമുള്ളത് കൊണ്ട് എല്ലാവരും പറയും ഞങ്ങളത് ചെയ്തു തരാം, ഞങ്ങളിത് കൃത്യമായിട്ട് ശരിയാക്കി തരാം, നമുക്കത് നാണക്കേട് പരിഹരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സൗത്ത് കൊറിയയുടെ ഭാഗത്തു നിന്നുമൊക്കെ വലിയ ഭീഷണി നോർത്ത് കൊറിയയ്ക്ക് നേരെയുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഡെസ്ട്രോയറൊക്കെ ഇവർ നിർമ്മിക്കുന്നത്. അപ്പം നാവികസേനയെ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി വലിയ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നു. അതുപോലെ തന്നെ ചോഹ്യോൺ എന്ന് പേരിട്ടുള്ള ആദ്യത്തെ ഇവരുടെ യുദ്ധക്കപ്പലുണ്ട്. അതിന് സമാനമായ രീതിയിൽ സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചു എന്നൊക്കെ അഭിമാനിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു കപ്പലിൻ്റെ നിർമ്മാണവുമായിട്ട് ഇവർ മുന്നോട്ട് പോയത്. പക്ഷേ അത് അത്ര അങ്ങോട്ട് സക്സസ് ആയില്ല. മാത്രവുമല്ല ഈ കപ്പലിൻ്റെ സിസ്റ്റം തകരാറ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സൈഡ് വേ ലോഞ്ചിങ്ങിൻ്റെ സിസ്റ്റം തകരാറ് മൂലമാണെന്നാണ് ഇപ്പോൾ കിം ജോങ് ഉന്നിനെ ഈ ഉദ്യോഗ വൃന്ദം ധരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ലോകത്തുള്ള സാങ്കേതിക വിദഗ്ധരൊക്കെ പറയുന്നത് അതുകൊണ്ട് മാത്രമല്ല, ഇതിൻ്റെ ഒരു സന്തുലിതാവസ്ഥ ശരിയായിരുന്നില്ല, ഇത് കൃത്യമായി ഉറപ്പിക്കുന്ന രീതി ശരിയായിരുന്നില്ല, ഇത് ലോഞ്ച് ചെയ്യുന്നതിലുള്ള ഈ സാങ്കേതിക വിദഗ്ധരുടെ ഒരു അനുഭവ സമ്പത്തിൻ്റെ കുറവ് ഇതിനൊക്കെ അപകടം വരുത്തിവെച്ചു. അങ്ങനെയാണെങ്കിൽ ലോകത്തിന് മുന്നിൽ ഇവരെ നാണം കെടുത്തി, അല്ലെങ്കിൽ ഈ നോർത്ത് കൊറിയയെ നാണം കെടുത്തി എന്നതുകൊണ്ട് തന്നെ വലിയ ശിക്ഷാവിധി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ഉണ്ടാകും. അപ്പോൾ ഇതിന് വലിയ ഉത്തരവാദികൾ ഇതിൻ്റെ കപ്പൽ ഡിസൈൻ ചെയ്തവരാണ്, ഇത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ചവരാണെന്നൊക്കെ കിം ജോങ് ഉൻ പറഞ്ഞിട്ടുണ്ട്. അശ്രദ്ധ, ഉത്തരവാദിത്തക്കുറവ്, പരിചയക്കുറവ് എന്നിവയെല്ലാമാണ് ഈ കപ്പൽ അല്ലെങ്കിൽ ഈ യുദ്ധക്കപ്പൽ അപകടത്തിൽപ്പെടാൻ കാരണമായത്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ അഭിമാനം, അന്തസ്സ് ഇതെല്ലാം തന്നെ കളഞ്ഞു കുളിച്ചിട്ടുണ്ട്. അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. അപ്പോൾ വർക്കേഴ്സ് പാർട്ടിയുടെ നയങ്ങൾ പോലും രൂപീകരിക്കുന്ന ഒരു മിലിറ്ററി വിങ്ങിൽ അല്ലെങ്കിൽ മിലിറ്ററി കമ്മീഷനിൽ അംഗമായ റീ ഹോങ് സെന്നിനെ പോലും കുറ്റവാളിയായിട്ട് കാണാൻ ഈ കിം ജോങ് ഉന്നിന് സാധിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ നിലപാട്. എത്ര ഉന്നത പദവിയിലിരിക്കുന്ന ആളായാലും, അടുത്ത ബന്ധുവായാൽ പോലും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അവർക്കെതിരെ എടുക്കുന്ന നടപടികൾ എന്താണെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ യു എസിന് അല്ലെ സൗത്ത് കൊറിയയുടെയൊക്കെ ഭാഗത്തു നിന്ന് വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ നേരിടാൻ വേണ്ടി അവിടുത്തെ നാവികസേനയൊക്കെ നവീകരിക്കാനാണ് യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്നത്, അതുപോലെ തന്നെ അന്തർവാഹിനി നിർമ്മിക്കുന്നത്. ആണവ ആക്രമണ ശേഷിയുള്ള ഒരു അന്തർവാഹിനിയുടെ നിർമ്മാണമാണ് അടുത്തതായിട്ട് കിം ജോങ് ഉന്നിൻ്റെ സ്വപ്നം. അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന കപ്പൽ അപകടത്തിൽപ്പെട്ടതോടുകൂടി അതിൻ്റെ നാണക്കേട് മാറ്റാനായിട്ട് പിന്നീട് ഇവർ ബാലിസ്റ്റിക് മിസൈൽ, അതായത് ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലിൻ്റെയൊക്കെ പരീക്ഷണം നടത്തി. സമീപ വർഷങ്ങളിൽ നടത്തുന്ന ആണവ പരീക്ഷണ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും കിം ജോങ് ഉന്നിന് അതുപോലെ നോർത്ത് കൊറിയയ്ക്ക് നാണക്കേടുണ്ടാക്കിയ ഈ കപ്പൽ ലോഞ്ചിങ്ങിൻ്റെ ഒരു സംഭവം അതിപ്പോഴും ഇവർക്ക് മറക്കാൻ പറ്റുന്നില്ല. കാരണം പിന്നീട് ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ഈ കപ്പലിൻ്റെ കുറച്ച് ഭാഗമൊക്കെ അകത്ത്, അതായത് കരയിലും കുറച്ച് ഭാഗം കടലിലുമായിട്ട് കിടക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു. എന്നിട്ട് ഇത് ടാർപോളിന് ഉപയോഗിച്ച് മൂടിയിരിക്കുന്നു. അത് കൊറിയയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേടാണ്. അപ്പോൾ ഷിപ്പ് ഡിസൈൻ ചെയ്ത ആരൊക്കെയാണോ അവരാണ് ഇതിന് ഉത്തരവാദികൾ. ലോഞ്ച് ചെയ്യുന്നതിൽ, കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയത് ആരാണോ അവർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. അശ്രദ്ധ വന്നിട്ടുണ്ട്, പരിചയക്കുറവുണ്ടായിട്ടുണ്ട്. മാത്രമല്ല അവർ പൂർണ്ണമായിട്ടും ഉത്തരവാദിത്തരാഹിത്യമായ നിലപാടാണ് സ്വീകരിച്ചത്. അങ്ങനെ രാജ്യത്തിന് വലിയ നാണക്കേടുണ്ടാക്കിയ ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്ത ഒട്ടുമിക്ക ഉദ്യോഗസ്ഥർക്കും ഇനി ജീവൻ നഷ്ടപ്പെടുമോ എന്നാണ് അറിയേണ്ടതുള്ളൂ. എന്തായാലും ഭരിക്കുന്ന പാർട്ടിയായ
വർക്കേഴ്സ് പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഈ ജൂണിൽ നടക്കുന്നുണ്ട്. ആ മീറ്റിംഗ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരുപക്ഷെ ജൂൺ അവസാനത്തോടുകൂടി ഈ യുദ്ധക്കപ്പൽ ശരിയാക്കി എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ചോഹ്യോൺ എന്ന് പേരിട്ടുള്ള ഈ ഷിപ്പ്, ഈ ചോഹ്യോൺ എന്ന പേര് വന്നത് തന്നെ ജപ്പാനീസ് കൊളോണിയൻ കാലഘട്ടത്തിലെ പ്രശസ്ത കൊറിയൻ ഗറില്ല പോരാളിയായിരുന്നു ചോഹ്യോൺ. അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന രീതിയിലാണ് ഈ കപ്പലിന് പേരിട്ടത്. എന്തായാലും ഇത്തരത്തിലുള്ളൊരു ഡിസ്ട്രോയർ അപകടത്തിൽപ്പെട്ടു എന്നുള്ളത് കിം ജോങ് ഉന്നിന് വലിയ ആഘാതമായി മാറിയിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ആയുധശേഷി ശക്തിയൊക്കെ കുറവാണെന്ന് ലോകരാജ്യങ്ങൾ തിരിച്ചറിയുമോ എന്നും ഈ കിം ജോങ് ഉന്നിനൊരു പേടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഈ മീറ്റിങ്ങിൽ വെച്ച്, വർക്കേഴ്സ് പാർട്ടിയുടെ മീറ്റിങ്ങിൽ വെച്ച് ഈ കാര്യം അദ്ദേഹം അവതരിപ്പിക്കും. അങ്ങനെ അവതരിപ്പിച്ചാൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണോ അതിനെ എതിർക്കാനോ അതിനെ പരസ്യമായി തള്ളിപ്പറയാനോ ആരും തന്നെ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇവരെ കൊലപ്പെടുത്തും, ഇതൊക്കെയാണ് ഇനി ലോകം കാത്തിരിക്കുന്ന സംഭവങ്ങൾ. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ, അതോ ഈ സ്വേച്ഛാധിപതിയുടെ മനംമാറ്റം അതാണോ ഇനി കാണാൻ പോവുക? ഇതൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ നിന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.